നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു കാറിൻ്റെ റിവ്യൂ ഇടാൻ പോവാണ്. അപ്പോൾ കാറിൻ്റെ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പ്രത്യേകതയുള്ളൊരു കാറായിരിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു കാറ് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് 2025 ജൂണിൽ ചരിത്രം സൃഷ്ടിച്ചൊരു കാറാണ്. അത് ഫാക്ടറിയിൽ നിന്ന് സെൽഫ് ഡ്രൈവ് ചെയ്ത് 30 മിനിറ്റ് ഓടിച്ച് ഡെലിവറി ചെയ്തു. അപ്പോൾ ആ ഒരു ചരിത്രം സൃഷ്ടിച്ച കാറിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആ മോഡലാണ് ഈ കിടക്കുന്നത്. നമുക്ക് കിട്ടിയേക്കുന്ന ഈ മോഡല് ലോങ് റേഞ്ച് ഓൾ വീൽ ഡ്രൈവാണ്. ഇതിൻ്റെ കളറെന്ന് പറയുന്നത് അൾട്രാ റെഡാണ്. കളറിന് വേണ്ടിയിട്ട് തന്നെ $2000 അധികം കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇതിൻ്റെ വീലെന്ന് പറയുന്നത് 19 ഇഞ്ച് സ്റ്റോക്ക് വീല് തന്നെയാണ്, അത് മാറ്റിയിട്ടില്ല. ഈ വീലിനൊരു കപ്പുമുണ്ട്. ആ കപ്പ് നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്റ്റീരിയറിലെ ചേഞ്ചസ്. സ്റ്റോക്ക് വീൽസ് മാറ്റാത്തത് മൈലേജിൻ്റെ കുറയുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കാറൊന്ന് റിവ്യൂ ചെയ്യാൻ തന്ന ആ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടാം കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അത് പുള്ളിക്കാരൻ എടുത്തിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി സമ്മതിച്ചു. അപ്പോൾ നമുക്ക് പുള്ളിയെ പരിചയപ്പെടാം. ഇതാണ് റോബിൻ. ഓക്കെ, വണ്ടി ഓടിക്കാൻ വളരെ മടിയനാണ്. അതുകൊണ്ട് പുള്ളി അതുകൊണ്ട് ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ഓപ്ഷൻ എടുത്തിരിക്കുകയാണ്. 8000 രൂപയുടെ അധികം കൊടുത്തിട്ട്. കുഴപ്പമില്ല, ഞാൻ ഓടിച്ചു നോക്കി, കിടിലമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു എന്താണ് പുള്ളിക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം. ടെസ്ല ഓടിച്ചിട്ട് ഇതുവരെ പുള്ളി ഓടിച്ചത് ഓഡിയും അതേപോലെ തന്നെ ലിങ്കണും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് പുള്ളിക്ക് ടെസ്ലയെ പറ്റിയുള്ള ഒരു ജസ്റ്റ് ഒരു 2 ദിവസത്തെ പരിചയം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ടോ അവനെ? Very impressive. Tesla, I'm very satisfied with Tesla. എനിക്ക് മുമ്പ് ടെസ്ല ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പ് വേറെ കാർ ട്രൈ ചെയ്തപ്പോൾ ഞാൻ ടെസ്ല മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുമായിരുന്നു. ബട്ട് ഇപ്പോൾ ഇതിൻ്റെ ന്യൂ മോഡൽ 2026 മോഡൽ Y ഞാൻ എടുത്തിരിക്കുന്നത്. അത് റിഫ്രഷ്ഡ് മോഡൽ എന്നാണ് അവർ പറയുന്നത്. ജൂനിപ്പർ ഒഫീഷ്യൽ നെയിമാണെന്ന് തോന്നുന്നില്ല, റിഫ്രഷ്ഡ് മോഡൽ എന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ഇൻറ്റീരിയർ ആണെങ്കിൽ ഒരു കാറ് പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ അതൊരു ടോയ് മാത്രമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് ടെസ്ല ഓൾറെഡി അവർക്കുണ്ട്. ബട്ട് ഐ വാസ് നെവർ ഇൻട്രസ്റ്റഡ് ഇൻ ബിക്കോസ് അതൊരു പ്യുവർ പ്ലാസ്റ്റിക് ടോയ് എന്നുള്ള ഒരു ഇൻറ്റീരിയർ ലുക്കായിരുന്നു തന്നിരുന്നത്. ബട്ട് ഹിയർ ദേ കെയിം അപ്പ് വിത്ത് റീഡിസൈൻ. ഐ എം വെരി മച്ച് സാറ്റിസ്ഫൈഡ്. പവർ ഈസ് റിയലി ഗുഡ്. എൻ്റെ ഓൾ വീൽ ഡ്രൈവ് ആണ്, സോ ഡ്യുവൽ മോട്ടറുണ്ട്. പവർ റിയലി ഗുഡ് ആണ്. ലാസ്റ്റ് 2 days ആയിട്ട് ഞാൻ FSD നല്ലോണം ട്രൈ ചെയ്തു. I tried at highways, I tried at local roads. എല്ലാം വളരെ നല്ലതായിട്ട് തന്നെ പോയി. മോറോവർ ഞാനിവിടെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോൾ ഓട്ടോ സമ്മൺ ഫീച്ചർ വെച്ചിട്ട് ഞാൻ കാർ എൻ്റെ അടുത്തേക്ക് പുള്ളി ചെയ്തു. ഫാമിലിയൊക്കെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്നെക്കാളും എക്സൈറ്റഡ് ആയിട്ട്. പുതിയ ടെക്നോളജി വരുമ്പോൾ ഭയങ്കര ഇതല്ലേ, എല്ലാവർക്കും നമുക്ക് തന്നെ ഒരു ഇതാണ്. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയേണ്ടത്. പിന്നെ ഇവിടുത്തെ ടെക്സസ് വെതർ എന്ന് പറഞ്ഞാൽ വെരി ഹോട്ടാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയ വൺ ഓഫ് ദ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിരുന്നു. അത് ഈ വർഷത്തെ ഈ മോഡലിനകത്ത് അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഇന്റീരിയർ ലുക്ക് അവർ നല്ല രീതിയിൽ ഡ്രാസ്റ്റിക്കലി ഇംപ്രൂവ് ചെയ്തു. ഔട്ട്സൈഡ് ഡ്രാസ്റ്റിക്കലി ഇംപ്രൂവ് ചെയ്തു. അപ്പോൾ കേട്ടല്ലോ, അതാണ് നമ്മുടെ ടെസ്ല ഇഷ്ടപ്പെടാത്ത ഒരാൾ പറഞ്ഞ വാക്കാണത്. അപ്പോൾ അത് എന്തുകൊണ്ടും അത് വിശ്വസിക്കാം. അപ്പം നമുക്കത് കണ്ടാൽ തന്നെ ഒരു ടെക്നോളജി ഫ്രണ്ട്ലി അല്ലേ. അപ്പോൾ അത് എന്തായാലും എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. പ്രത്യേകിച്ച് ഓടി അത് ഡെലിവറി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു LED പാനലാണ്. ആ പാനൽ ഫുള്ള് ഡേ ടൈം റണ്ണിങ് ലൈറ്റാണിത്. മെയിൻ ലൈറ്റ് ഇതാണ്, നമ്മുടെ താഴെയാണ് കൊടുത്തിരിക്കുന്നത് ഇത്തവണ. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലാസ്റ്റ് പ്രീവിയസ് വെർഷന് പകരം ഒരു ക്യാമറ അവർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ക്യാമറയ്ക്ക് ഒരു വാഷർ കൂടെ കൊടുത്തിട്ടുണ്ട്, അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് എയറോഡൈനാമിക്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു ലൈറ്റ് ഉണ്ട്, ഫുള്ള് ഒരു LED ലൈറ്റ് അല്ല, ഒരു സ്ട്രിപ്പുണ്ട്. അത് രാത്രി അത് മൊത്തം തിളങ്ങും. പിന്നെ ആ ടെസ്ലയുടെ ലോഗോ മാറ്റിയിട്ട് അവർ ടെസ്ല എന്ന് പറഞ്ഞ് എഴുതി.
സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബാക്കിലെ ബൂട്ട് സ്പേസ് 822 ലിറ്ററാണ്. സീറ്റ്സ് നമുക്ക് ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനും ഇലക്ട്രോണിക്കലി സ്വിച്ചസ് ഉണ്ട്. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് 2022 ലിറ്റേഴ്സാണ് അതിൻ്റെ ടോട്ടൽ ഏരിയ. പിന്നെ അതേപോലെ തന്നെ അണ്ടർ ഫ്ലോർ സ്റ്റോറേജും ഉണ്ട്, കുറച്ച് ഹിഡനായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ബൂട്ട് സ്പേസ് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പുള്ളി മാറ്റൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ ഫ്രണ്ട് ബൂട്ടിൽ ഒരു ഡ്രെയിൻ പ്ലഗ് ഉണ്ട്, അത് ഊരിയിട്ട് നമുക്ക് വെള്ളമൊക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിലൂടെ പോകും. സീറ്റെല്ലാം ലെതറാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഫൈൽസാണ് ഡ്രൈവിംഗ് സീറ്റിലുള്ളത്. ഇവിടെ ഒരു എമർജൻസി ഡോർ ഓപ്പൺ ബട്ടണുണ്ട്. അതായത് കാറൊക്കെ ലോക്ക്, അഥവാ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആക്സിഡൻറ്റിലൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ എമർജൻസി ലോക്ക് നമുക്ക് ഡോർ തുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ അവർ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച്. ഇത് 15.4 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്, സ്ക്രീനാണ്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട് ഇതിന്. പിന്നെ നമുക്ക് ബാക്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനുണ്ട്, അതിനകത്ത് നെറ്റ്ഫ്ലിക്സും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ മൂവീസും യൂട്യൂബും നെറ്റ്ഫ്ലിക്സൊക്കെ നമുക്ക് പാർക്കിംഗ് സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ട് ഫോൺ വയർലെസ് ചാർജറും കൊടുത്തിട്ടുണ്ട് അവർ കേട്ടോ. വളരെ മിനിമലായിട്ടുള്ള ബട്ടൺസാണ് അവർ കൊടുത്തിരിക്കുന്നത്. 2 ജോയ്സ്റ്റിക്കോ ട്രാക്ക് ബോളോ പോലത്തെ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടുത്തെ ഇത് ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ക്യാമറ വ്യൂസ് കാണാം, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇത് നമുക്ക് കമാൻഡ് റൺ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടണുണ്ട് ഇവിടെ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ വൈപ്പറിൻ്റെ ഉണ്ട്. ഇതിനകത്ത് വളരെ മിനിമലായിട്ടുള്ള അതാണ്, ഇൻഡിക്കേറ്റർ മാത്രം ഇടാനുള്ളൊരു ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇവിടെ നമ്മുടെ വേറെ ഒരു ലിവറും ഇല്ല നമുക്ക് ഡ്രൈവിനൊക്കെ. എല്ലാം ഇതിനകത്താണ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ്. ഇപ്പോൾ കണ്ടോ പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ PRND എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പാർക്കിംഗ് ആണ്. ഈ സെൻട്രൽ കിടക്കുകയാണെങ്കിൽ പാർക്കിംഗ് ആണ്. ഇനി ഫ്രണ്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്വൈപ്പ് ചെയ്യുക മേലോട്ട്. ഇപ്പോൾ ഇത് ഡ്രൈവ് മോഡിലാണ്. നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും റിവേഴ്സ്, ടാപ്പ്, പാർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഈ മെയിൻ കൺട്രോൾ എല്ലാം ഇതിനകത്താണ് വരുന്നത്. പുതിയ വണ്ടി ആയതുകൊണ്ട് സ്റ്റിക്കറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഗ്ലൗ ബോക്സ് ഓപ്പൺ ആയിട്ട് ഒരു സാധനമില്ല, അത് നമ്മൾ ഈ മെയിൻ കൺസോളിൽ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടി വരും കേട്ടോ. ഇങ്ങനെ ഒക്കെയാണ് എല്ലാ സിസ്റ്റവും ഇതിനകത്ത് തന്നെയാണ്. പിന്നെ ഇവരുടെ മാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ ഒരു മാപ്പിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റ് വ്യൂ ഉള്ള മാപ്പാണ്. കണ്ടോ, ഇതൊക്കെ ഭയങ്കര പണ്ടത്തെ പോലെ പ്ലാസ്റ്റിക് അല്ല, ഇത് അക്വസ്റ്റിക് ആയിട്ട് ഡിസൈനാണ്. അപ്പോൾ കുറേ നോയ്സസൊക്കെ വളരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻ ക്യാബിൻ നോയ്സസൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇവിടുത്തെ തന്നെ ഒരു ലെതർ പോലെ സാധനമാണ്. ഡബിൾ പെയിൻ വിൻഡോ ആണ്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്നുണ്ടോ, അത് എത്രമാത്രം ക്യാമറയ്ക്കകത്ത് കിട്ടുമെന്ന് അറിയത്തില്ല. എന്നാൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഉണ്ടോ, ഒരു ഡബിൾ പെയിൻ ഇതുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കുറച്ച് സൂപ്പർ സൗണ്ട്, ഒരു രക്ഷയില്ല. ആട്ടോ സമ്മൺ ഫീച്ചർ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. അതായത് കാറ് 200 ഫീറ്റ് ദൂരത്തിന് നമ്മുടെ അടുത്തേക്ക് വിളിക്കാൻ പറ്റും. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ. അതൊരു കിടലൻ ഫീച്ചറാണ്. നമ്മൾ ഷോപ്പിങ്ങിലൊക്കെ പോയി പാർക്കിങ്ങിലൊക്കെ ഇട്ട് നമ്മുടെ കാർട്ടൊക്കെ കൊണ്ടുവന്ന് നേരെ ഉന്തി നമ്മുടെ കാറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകണ്ട, ജസ്റ്റ് നമ്മൾ വിളിച്ചാൽ മതി, സംഭവം വരും. അത് അടിപൊളി ഫീച്ചറാണ്, സൂപ്പർ. കാറിൻ്റെ ഒരു ഡാൻസിങ് മോഡ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുവാണേ. എന്താ ഇതൊക്കെ തന്നെ ആവുന്നുണ്ട്. എന്ന് നമ്മൾ കൊടുക്കുവാണേ, കൊടുത്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഞാൻ മാറ്റുവാണേ. ഓക്കെ, എൻ്റെ കൈയൊക്കെ
വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആശാൻ തണതാനെ പൊക്കോണ്ടിരിക്കുകയാണ്. സൂപ്പർ. ഓട്ടോമാറ്റിക്കായിട്ട് തിരിയാണ് കണ്ടോ. ഞാൻ കൈ തൊട്ടിട്ടില്ല. മെയിൻ റോഡിലേക്ക് ഇറങ്ങുകയാണേ. അവിടെ സ്റ്റോപ്പുണ്ട്. സ്റ്റോപ്പ് ബോർഡ് അവൻ കാണണം. കണ്ടില്ലെങ്കിൽ അവൻ കണ്ടിട്ടുണ്ട്. സ്റ്റോപ്പ് ബോർഡ് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് സ്റ്റോപ്പ് ബോർഡ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രോസ് ട്രാഫിക് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവന് ഇവിടുന്ന് വരുന്ന വണ്ടി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പറ്റുമോടെ നോക്കൂ. പേടിയാ കാരണം. ഓക്കെ കുഴപ്പമില്ല. കാണിച്ചോ, നിങ്ങൾ കാണിച്ചോ, എന്നെ കാണിച്ചോ. കണ്ടോ ഇവൻ എടുത്തു സംഭവം. കാരണം അവിടുന്ന് വണ്ടി ഇല്ലായിരുന്നു, സംഭവം എടുത്തു. ഞാൻ കൈ തൊട്ടിട്ടേ ഇല്ലേ. സൂപ്പറാണ്. കാരണം എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അവിടെ കുറച്ച് ബുഷൊക്കെ ഉണ്ടായിരുന്നു, കാടൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടുന്ന് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറി നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അവനെടുത്തു. സ്റ്റാൻഡേർഡ് മോഡ്, ചിൽ മോഡ്, ഹറി മോഡൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഹറി മോഡാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എളുപ്പം വണ്ടി ടേൺ ചെയ്തൊക്കെ പോവാണ് ഉള്ളൊരു വിശ്വാസം. നമുക്ക് അതിനെക്കുറിച്ച് ഫുൾ ഓപ്ഷൻസ് ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ പഠിച്ച് വരുന്നേ ഉള്ളൂ. നമുക്ക് വണ്ടി കിട്ടിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല. പിന്നെ ഒരു റിവ്യൂ ആണ് കൂട്ടരുത്. ജസ്റ്റ് ഒരു പുതിയ വണ്ടി, FSD ഉള്ള വണ്ടി കിട്ടി. അപ്പോൾ നമ്മളത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എടുത്തിരിക്കുന്നത് മാത്രം. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് അനുസരിച്ചാണ് അവർ പോകുന്നത്. സൈഡിലുള്ള സ്പീഡ് ലിമിറ്റ് നോക്കിയിട്ട് അവനവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും. ടെസ്ല ജുനിപ്പർ മോഡലിലെ മലയാളത്തിലെ ആദ്യത്തെ ഒരു പരിചയപ്പെടുത്തലാണെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ അതെല്ലാം എല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. അതേപോലെ തന്നെ ഇതിനകത്ത് കൂടുതലായിട്ടുള്ള സ്പെസിഫിക്കേഷനെ പറ്റിയോ ഒക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻ്റ് ഇടുക, നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ ഇത് ഇപ്പം എന്തായാലും നമ്മൾ ഓടിച്ചതിലും നമ്മൾ പരിചയപ്പെട്ടതിലും അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.